ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ 2.0 പ്രതീക്ഷിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലെവലിൽ വന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അങ്ങനെ കാണാൻ പോയി. സോഫിയ പോളാണ് പടം നിർമ്മിച്ച് വീക്കെൻഡ് സിനിമാസിന്റെ ഇതിൽ മുരളി RDX ഇതൊക്കെ എടുത്തതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് ഈ പടവും നിലവിൽ സോഫിയ പോൾ എടുത്തത്. കാരണം സോഫിയ പോൾ എന്ന് പറഞ്ഞ ആളിൻ്റെ പടം പറയുമ്പോൾ നമുക്ക് അതിലൊരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം, നല്ല കഥയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. കാരണം പോയ സിനിമകളെല്ലാം അതിനെ ഒരു അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇതിൻ്റെ സംവിധായകൻ വന്നിട്ട് ജി രാഹുൽ, റൈറ്ററും രാഹുൽ തന്നെ, ഇന്ദ്രനീൽ GK. ഈ രണ്ടുപേരാണ് എഴുത്തും കഥയെല്ലാം ഇവർ തന്നെയാണ്. ഇതിൽ പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ റോണി ഡേവിഡ്, പിന്നെ കുറേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് കുറച്ച് പേര്, ജഗദീഷ്, അങ്ങനെയുള്ള കുറേ ജഗദീഷ്, സീമ, കോട്ടയം നസീർ, അങ്ങനെ കുറേ പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കോട്ടയം നസീറൊക്കെ നല്ല രീതിയിൽ സീമ ജി പുള്ളിക്കാരിയൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശം, പ്ലാച്ചിക്കാട് എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്ത് സന്തോഷവും സമാധാനം, ആ ട്രെയിലറിൽ കണ്ടല്ലോ, സന്തോഷവും സമാധാനവും ആയിട്ട് നടക്കുന്ന ഒരു നാട്ടുപ്രദേശത്ത് നടക്കുന്ന കൊലപാതകവും അതിനാസ്പദമായിട്ട് നടക്കുന്ന ഓരോരോ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയിൽ കൂടെ കോമഡി, ഡ്രാമ, ത്രില്ലർ എന്നും പറയാം. പിന്നെ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് തന്നെ പറയാം. നമ്മുടെ ഗുമസ്തൻ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ല, ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് തന്നെയാണ് നമുക്ക് പറയാം. അല്ലാതെ ഇതിനും ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്ററാണ് ഈ ഒരു പടം. ഇത്രയും കാലം അഭിനയിച്ച് വന്ന ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. അത് പിന്നെന്താ പറയാ, അത് കൂടെ ഒന്ന് സപ്പോർട്ടിങ്, ചിലപ്പോൾ കഥന്റെ ആയിരിക്കാം, കഥ കറക്റ്റ് ലെവലിൽ കൊണ്ട്, പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ലാഗ് പോലെ ഇങ്ങനെ വലിച്ച് എന്താ പറയാ, ഈ എറിഞ്ഞാ പൊട്ടാത്ത തരത്തിലുള്ള ഓരോരോ കോമഡിയൊന്നും ഒരു തരത്തിലും വർക്കായിട്ടില്ല. അവരിടയിലൊക്കെ ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ ഇടയിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊന്നും ചിരിയും വരുന്നില്ല, ഇവരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ അനാവശ്യമായിട്ട് കുറച്ച് പാട്ടുകൾ കുത്തിത്തിരിക്കിയിട്ടുണ്ട്. സിറ്റുവേഷൻ ബേസ്ഡ് പാട്ട് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ സിറ്റുവേഷൻ ബേസ്ഡ് പാട്ടുകൾ ഭയങ്കര രീതിയിലുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്, ഇന്റർവ്യൂവിന് ശേഷം വന്ന BGM ആണ് ഈ ഒരു പടത്തിന്റെ ഒരു ഇതിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഏതോ ഞാൻ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും നോക്കിയില്ല, അതാണ് ഒരു കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ ഒരു ആവറേജ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം നിലവിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത്, നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോപാത്ത് ഇങ്ങനെയുള്ള ഒരു പടങ്ങളൊക്കെ നിലവിൽ വരുമ്പോൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്, ഈ പറഞ്ഞ ക്രൈം ചെയ്യാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനുണ്ടാകുന്ന കാരണം, ആ കാരണത്തിന്റെ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ ഈ പടം മൊത്തത്തിൽ കുളമായി പോകും. അങ്ങനെ ഒരു തന്നെയാണ്, അത് തന്നെയാണ് എനിക്ക് ഒരു പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പക്ഷെ എനിവേസ് നൈസ് മൂവി. കാരണം ഗ്രാമപ്രദേശത്തിലെ ഇതും പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ തരത്തിലുള്ള ഒരു ക്യാരക്ടർ അറ്റംപ്റ്റും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിരിക്കും ഈ ഒരു പടം. ഒരു ബോറടി പറഞ്ഞാൽ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ഈ ചളി വാരി എറിയുന്നതിന്റെ ബോറടി ഉണ്ടെങ്കിൽ കൂടി പടം കണ്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതില് ജഗദീഷ് ഉണ്ട്, നമ്മുടെ കോട്ടയം നസീർ, ധ്യാൻ ശ്രീനിവാസന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്, അത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒരു പവർ ഈ പടത്തിന് കൊടുത്തു. കാരണം ഇതിങ്ങനെ ഒരു ലെവലിൽ നിന്നിട്ട് ഇങ്ങനെ പോവാ, ഒരു കയറ്റം ഒരു ഇറക്കോലും ഇങ്ങനെ പോവാണ്. ഇതിൽ ഒരു പുഷില്ല എന്നുവെച്ചാൽ പടം എന്താ പറയാ, ഒരു അയഞ്ഞു പോവല്ലോ, ഒരു വേഗം ഒരു സപ്പോർട്ട്, അങ്ങനെ ഒരു സെറ്റപ്പില്ല. പിന്നെ ഒരു സിജു വിൽസൺ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പോലീസ് ഓഫീസറാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്ക് എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ഇന്റർവ്യൂവിൽ കണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് സിനിമയിൽ കാണുമ്പോഴും പുള്ളിനെ ഇന്റർവ്യൂ ആ ഒരു രീതിയിലാണ് നമുക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ പല രീതിയിലും പുള്ളിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്തത് ആ സിനിമ കാണുമ്പോൾ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ മറ്റുള്ളവർക്കും തോന്നിയിട്ടുണ്ടാവാം. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും എനിവേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നരിവേട്ടയും കൂടി ഇറങ്ങിയതാണ്. രണ്ടും സമ്മിശ്ര പ്രതികരണമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഇത് ഫാമിലി കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ കയറാം. കാരണം ധ്യാൻ ശ്രീനിവാസിന്റെയാണ്. പിന്നെ എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളതാണ് പുള്ളിന്റെ ഇപ്പോഴത്തെ റിവ്യൂ ആണ്. പഴയ പടങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ ആണ് ഇപ്പോൾ വരുന്നത്. ഈ പടം തുടക്കം തൊട്ട് ഇങ്ങനെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം, ട്രെയിലറിൽ കണ്ട സെയിം സാധനം തന്നെ. ആ മുഖം മൂടി ഇട്ടിട്ട് വരുന്ന ആരാണ്,
അതിൻ്റെ പുറകിൽ എന്താണ് കഥ, ഇതേ ഉള്ളൂ ബാലൻസ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് അവസാനം കൊണ്ട് അവരത് ഇത് ചെയ്തു. പക്ഷെ നമുക്കങ്ങനെ ഇങ്ങനെ പിടിച്ചിരുത്ത് എന്താ സീറ്റ് എഡ്ജിൽ ഇരുന്നിട്ട് നമുക്ക് ഈ പടം കാണുന്ന പോലെയുള്ള ഒരു ഫീലൊന്നുമല്ല. ജസ്റ്റ് കാണാം അത്രയാണ്. അല്ല നമുക്ക് അങ്ങനെ എന്താ പറയുക ഇപ്പം എന്ത് നടക്കുന്നില്ല. നമ്മളിതൊക്കെ കണ്ടിട്ട് അവസാനം ക്ലൈമാക്സ് ഇതാണ് കാരണം, ഇതാണ് നമുക്ക് പേഴ്സണലി നമുക്ക് തോന്നിയത്. അതുതന്നെയാണ്. പിന്നെ ഇതിൽ എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ ഈ മിന്നൽ മുരളിൻ്റെ യൂണിവേഴ്സിറ്റി ഒരു അങ്ങനെയൊന്നും ഒരു യൂണിവേഴ്സിറ്റി ഒന്നും വരുന്നില്ല ഇതിൽ, അങ്ങനത്തെ ഇതൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പടം പറഞ്ഞ് നിർത്തേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ കൂടി ഇതിൽ ആരവില്ലെന്നുള്ള കാര്യം ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അല്ലാതെ ഒരു എന്താ പറയുക അത്രയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് വലിയ രീതിയിൽ കഥ തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി ഇതിൽ നിലവിലില്ല. ലോജിക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്.